Hello students, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് മെത്തേഡ് നോക്കാം. കേസ് 3 അൺറിപ്പീറ്റഡ് കോംപ്ലക്സ് ഫാക്ടേഴ്സ്. അതായത് ഇവിടെ വരുന്നത് കോംപ്ലക്സ് ഫാക്ടേഴ്സ് ആണ് ഡിനോമിനേറ്ററിൽ വരിക. അത് അൺറിപ്പീറ്റഡ് ആയിട്ടുള്ള കേസാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. അതായത് അതിൻ്റെ ഫോം എന്ന് പറയുന്നത് എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് എ കോൺജുഗേറ്റ് എന്നായിരിക്കും. വേറെ എ ഈസ് എ കോംപ്ലക്സ് നമ്പർ ആൽഫ പ്ലസ് ഐ ബി ആൻഡ് എ കോൺജുഗേറ്റ് ഈസ് ഇറ്റ്സ് കോൺജുഗേറ്റ് ആൽഫ മൈനസ് ഐ ബി. സോ ദാറ്റ് എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് എ കോൺജുഗേറ്റ് ഈക്വൽ ടു എസ് മൈനസ് ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ. നിങ്ങൾ ഈ ഒരു ഫോം നോക്കാൻ നിൽക്കേണ്ടത് നിങ്ങൾക്ക് കൺഫ്യൂസിങ് ആയിരിക്കും. അതിന് പകരമാണ് ഞാനിവിടെ ഓറിട്ട് എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഫോം എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഫോം എന്നുള്ള ഒരു ടേം ഉണ്ട് ഡിനോമിനേറ്റർ എങ്കിൽ അത് കോംപ്ലക്സ് ഫാക്ടറിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. കാരണം ഇതിൽ നിന്ന് എസ് സ്ക്വയർ ഈക്വൽ ടു മൈനസ് എ സ്ക്വയർ എന്നും അതിൽ നിന്ന് എസ് ഈക്വൽ ടു അതിൻ്റെ കോംപ്ലക്സ് റൂട്ട്സ് എന്നും കിട്ടും. അപ്പോൾ ഈ ഒരു ടേം അവിടെ ഡിനോമിനേറ്ററിൽ ഉണ്ടോ എന്നുള്ളത് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അങ്ങനെ ഒരു ടേം ഉണ്ട് എങ്കിൽ ഇത് ഒരു പ്രാവശ്യം ഒക്കുർ ചെയ്തിട്ടുള്ളൂ എങ്കിൽ അത് അൺറിപ്പീറ്റഡ് കോംപ്ലക്സ് ഫാക്ടർ ആണ്. ഇതിന് ഒരു സ്ക്വയറോ ഹോൾ ക്യൂബ് ഒക്കെ വരികയാണെങ്കിൽ അത് റിപ്പീറ്റഡ് കോംപ്ലക്സ് ഫാക്ടർ ആണ്. അതാണ് നമുക്ക് അടുത്ത കേസായിട്ട് വരുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് അൺറിപ്പീറ്റഡ് കോംപ്ലക്സ് ഫാക്ടർ വരുമ്പോൾ എങ്ങനെ ചെയ്യാം എന്നുള്ളത് നോക്കാം. അപ്പോൾ അൺറിപ്പീറ്റഡ് കോംപ്ലക്സ് ഫാക്ടർ ആണ് വരണമെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എടുക്കേണ്ട ടേം ഇതാണ്. എ എസ് പ്ലസ് ബി ബൈ ഇതിന് കറസ്പോണ്ടിങ് ആണ്. അപ്പോൾ ഈ ഫസ്റ്റ് വൺ നിങ്ങൾ നോക്കണ്ട, ഈ സെക്കൻഡ് വൺ മാത്രം നോക്കിയാൽ മതി. എ എസ് പ്ലസ് ബി ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന് എടുത്താൽ മതി. അപ്പോൾ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്നുള്ളൊരു ടേം ഉണ്ടെങ്കിൽ നിങ്ങൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടേം എ എസ് പ്ലസ് ബി ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്നുള്ളത് എടുത്താൽ മതി. മറ്റേത് നിങ്ങൾ ഈ ഒരു ഫോം ഈ ഒരു റിക്കറൻസ് നിങ്ങൾ നോക്കണ്ട കേട്ടോ, അങ്ങനെ നിങ്ങൾക്ക് വരില്ല. അപ്പം ഈ ഒരു ഫോം മാത്രം നിങ്ങൾ എഴുതിയാൽ മതിയാവും. എന്നാൽ മറ്റേത് നോട്ടിലേക്ക് എഴുതണമെന്നില്ല. ഈ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഫോം എഴുതേണ്ട ആവശ്യമില്ല. ഇത് എഴുതുക, ഇതിന് ടേം ഇതാണെന്നുള്ളത് എഴുതുക. ഓക്കെ, അത്രയും മതിയാവും. ഇനി ഒരു പ്രോബ്ലം നോക്കാം. ഫൈൻഡ് എൽ ഇൻവേഴ്സ് ഓഫ് 3s പ്ലസ് 1 ബൈ എസ് മൈനസ് 1 ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 1. നോക്കൂ, ഇവിടെ എസ് സ്ക്വയർ പ്ലസ് 1 എന്ന് പറഞ്ഞാൽ എസ് സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ ആണ്. അപ്പോൾ അത് ഈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഫോമാണ്. അതായത് ഇവിടെ കോംപ്ലക്സ് റൂട്ട്സ് ആണ് ഒക്യുർ ചെയ്യുക. അത് പക്ഷേ റിപ്പീറ്റ് ചെയ്തിട്ടില്ല, ഒരു പ്രാവശ്യം വന്നിട്ടുള്ളൂ. ഹോൾ സ്ക്വയറോ ഹോൾ ക്യൂബോ ഒന്നും ഇല്ല. അപ്പോൾ ഒരു പ്രാവശ്യം വന്നിട്ടുള്ളൂ. അപ്പോൾ അൺറിപ്പീറ്റഡ് കോംപ്ലക്സ് ഫാക്ടർ ആണ്. അപ്പോൾ 3s പ്ലസ് 1 ബൈ എസ് മൈനസ് 1 ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 1നെ നോക്കൂ, ഈ എസ് മൈനസ് 1 എന്ന് പറയുന്നത് ഒരു ലീനിയർ ഫാക്ടർ ആണ് അല്ലേ, റിപ്പീറ്റ് ചെയ്യാത്ത ലീനിയർ ഫാക്ടർ ആണ്. അപ്പോൾ കേസ് 1ൽ പറയുന്ന പോലെയാണ് എസ് മൈനസ് 1ൻ്റെ അവസ്ഥ. ഈ എസ് സ്ക്വയർ പ്ലസ് 1 എന്ന് പറഞ്ഞാൽ അൺറിപ്പീറ്റഡ് കോംപ്ലക്സ് റൂട്ട്സ് ആണ്. അപ്പോൾ എസ് മൈനസ് 1ന് കറസ്പോണ്ടിങ് ആയിട്ട് കേസ് 1ൽ പറയുന്ന പോലെ എ ബൈ എസ് മൈനസ് 1 എന്നുള്ള ടേം സെലക്ട് ചെയ്യുക. പിന്നെ എസ് സ്ക്വയർ പ്ലസ് 1ന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എയുടെ പ്ലേസിൽ 1 ആണെന്ന് മാത്രം. നമ്മൾ ബി എസ് പ്ലസ് സി, ഇവിടെ എ എസ് പ്ലസ് ബി എന്ന് പറഞ്ഞു, ഇവിടെ എ ഓൾറെഡി യൂസ് ചെയ്തുകൊണ്ടാണ് ഇവിടെ ബി എസ് പ്ലസ് സി എന്ന് എടുത്തത്. ബി എസ് പ്ലസ് സി ബൈ എസ് സ്ക്വയർ പ്ലസ് 1 എന്നുള്ള ടേം സെലക്ട് ചെയ്യുക. ഇങ്ങനെയാണ് നമ്മൾ ഡിനോമിനേറ്റർ നോക്കിയിട്ട് ടേംസ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിന് പകരം നമുക്ക് ഇങ്ങനെ എഴുതാം. ഇനി അടുത്ത നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ കോൺസ്റ്റൻസ് എയും ബിയും സിയും ഒക്കെ എങ്ങനെയും ഫൈൻഡ് ചെയ്യണം. അപ്പോൾ ആദ്യം എൽ സി എടുക്കുക. എൽ സി എം ഇതിൻ്റെ ഈ ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടുത്തെ ഡിനോമിനേറ്റർ എന്താണോ അതാണ് ഇവിടെയും എൽ സി എം ആയിട്ട് വരിക. അപ്പോൾ ഈ എൽ സി എം ഇതിൻ്റെ ഇതാണ് വരുന്നത്. ഈ എൽ സി എം കൊണ്ട് ഈ ഓരോ ടേമിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആ ന്യൂമറേറ്ററിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടേംസ് കിട്ടും. അപ്പോൾ ഈ ടേമിനെ എൽ സി എം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എ ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 1 ആണ് വരിക. പ്ലസ് അടുത്തത് ബി എസ് പ്ലസ് സിനെ നമ്മൾ ഈ എൽ സി എം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ബി എസ് പ്ലസ് സി ഇൻറ്റു എസ് മൈനസ് 1 എന്നാണ് വരിക. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഒക്യൂറൻസ് വരുന്നത്. ഇനി ഡിനോമിനേറ്ററും സെയിം ആണ്. അപ്പോൾ ന്യൂമറേറ്റർ ഇക്വേറ്റ് ചെയ്യിക്കുക. അപ്പോൾ 3s പ്ലസ് 1 ഈക്വൽ ടു എ ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 1 പ്ലസ് ബി എസ് പ്ലസ് സി ഇൻറ്റു എസ് മൈനസ് 1 ആ ഫോമിലാണ് വരുന്നത്. ന്യൂമറേറ്റർ ഇക്വേറ്റ് ചെയ്യിക്കുമ്പോൾ ഇനി നമുക്ക് ഇതിൽ നിന്ന് എയും ബിയും സിയും ഫൈൻഡ് ചെയ്യാനായിട്ട് ആദ്യം പുട്ട് എസ് ഈക്വൽ ടു 1 കൊടുത്താൽ ഈ ടേം പോയിട്ട് അതിൽ നിന്ന് എ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എ ഈക്വൽ ടു 2 എന്ന് കിട്ടും. ഇനി ഞാൻ ചെയ്യുന്നത് കോഎഫിഷ്യൻ്റ് ഓഫ് എസ് സ്ക്വയർ കമ്പയർ ചെയ്യും. കോഎഫിഷ്യൻ്റ് ഓഫ് എസ് സ്ക്വയർ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ എസ് സ്ക്വയറിൻ്റെ ടേം ഇല്ല. അപ്പോൾ ഇവിടുത്തെ കോഎഫിഷ്യൻ്റ് 0 ആണ് കിട്ടുക. ഇവിടെ നമുക്ക് എസ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് എയും ഉണ്ട്. ഇവിടെ നിന്ന് നമുക്ക് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തെടുക്കുമ്പോൾ ഇവിടെ ഞാൻ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയിട്ടില്ല, ഇതിങ്ങനെ നിങ്ങൾ നോക്കിയാൽ മതി. ഇവിടെ ബി എസ് എന്നുള്ളൊരു ടേം ഉണ്ട്, ഇവിടെ എസ് എന്നുള്ളൊരു ടേം ഉണ്ട്. അപ്പോൾ എന്തായാലും ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ബി എസ് സ്ക്വയറിൻ്റെ ഒരു കോഎഫിഷ്യൻ്റ് ആയിട്ട് വരും. പിന്നെ വേറെ ഒന്നും വരില്ല. ഓക്കെ, അങ്ങനെ നോക്കി മനസ്സിലാക്കിയിട്ട് തന്നെയാണ് മുൻപുള്ള പ്രോബ്ലങ്ങളിലും കോഎഫിഷ്യൻസ് ഞാൻ കമ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിവിടെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതണം എന്നില്ല, നമ്മൾ മനസ്സിലൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ കോഎഫിഷ്യൻ്റ് ഏത് വരുന്നു എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്താലും മതിയാവും കേട്ടോ. അതവിടെ മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല. അങ്ങനെയാണെങ്കിൽ എ പ്ലസ് ബി എന്ന് കിട്ടിയത്. ഫ്രം ദാറ്റ് ബി ഈക്വൽ ടു മൈനസ് എ കിട്ടും. അപ്പോൾ ദാറ്റ് ഇസ് ഈക്വൽ ടു -2 എന്ന് കിട്ടും. ഓക്കെ,
അപ്പോൾ ഇനി അടുത്തത് സി കിട്ടണം. സി കിട്ടാൻ വേണ്ടി ഞാൻ ഇവിടെ നോക്കൂ, സി എന്ന് പറയുന്നത് ഇവിടെ ഒരു കോൺസ്റ്റൻറ്റ്, ഇവിടെ മൾട്ടിപ്ലൈ ചെയ്താലും -c എന്നാണ് കോൺസ്റ്റൻറ്റ് വരിക. അപ്പോൾ സി ഇവിടെ ഒരു കോൺസ്റ്റൻറ്റ് ടേം ആയിട്ടാണ് വരുന്നത്. ഇവിടെയുള്ള കോൺസ്റ്റൻറ്റും ഉണ്ട്. അപ്പോൾ ഞാൻ രണ്ട് സൈഡിലുള്ള കോൺസ്റ്റൻറ്റ് ടേംസ് ഒന്ന് കമ്പയർ ചെയ്യുകയാണ്. കോൺസ്റ്റൻറ്റ് ടേംസ് കമ്പയർ ചെയ്തപ്പോൾ എനിക്ക് ഇപ്പുറത്തുനിന്ന് LHSൽ 1 ആണ് കിട്ടിയത്. ഇവിടെ ഈ മൾട്ടിപ്ലിക്കേഷൻ ഉള്ളിലേക്ക് നടക്കുമ്പോൾ ഇവിടെ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് വരും. ഇനി ഇത് ഇങ്ങോട്ട് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ ഇതിൻ്റെ കൂടെ s² വരും, ഇതിൻ്റെ കൂടെ s വരും, ഇതിൻ്റെ കൂടെയും s വരും, പിന്നെ ലാസ്റ്റ് ഒരു ടേം -c ആണ് കോൺസ്റ്റൻ്റ് വരിക. അതും മൾട്ടിപ്ലൈ ചെയ്ത് നോക്കണം എന്നില്ലേ, നമ്മൾ ഇത് ഏകദേശം മനസ്സിൽ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കി എഴുതിയാൽ മതിയാവും. അപ്പോൾ ഫ്രം ദാറ്റ് c = a-1 കിട്ടും. അപ്പോൾ c = 1 എന്ന് കിട്ടും അതിൽ നിന്ന് കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ. ഈ വാല്യൂസ് നമ്മുടെ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത L ഇൻവേഴ്സ് ഓഫ് ദിസ് എന്ന് പറയുന്നത് L ഇൻവേഴ്സ് ഓഫ് ദിസ് ആണെന്ന് കിട്ടും. ഇതിനെ ഈ ഒരു ടേമിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കോൺസ്റ്റൻ്റ് ഒക്കെ ഔട്ട് സൈഡ് എടുത്ത് L ഇൻവേഴ്സ് കാൽക്കുലേറ്റ് ചെയ്താൽ 2 × e⁻t - 2 cos t + sin t എന്നാണ് ആൻസർ കിട്ടുക. അതിന് ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ മനസ്സിലായിണ്ടാവും ഏകദേശം എങ്ങനെയാണ് പ്രോബ്ലംസ് വരുന്നത് എന്നുള്ളത്. അപ്പോൾ നെക്സ്റ്റ് നമുക്കുള്ളത് കേസ് 4 ആണ്. കേസ് 4 എന്ന് പറയുന്നത് റിപ്പീറ്റഡ് കോംപ്ലക്സ് ഫാക്ടേഴ്സ്. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ s² + a² എന്നൊക്കെ ഉള്ള ഫോം, അല്ലെങ്കിൽ ഹോൾ ക്യൂബ് എന്നുള്ളൊരു ടേം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ടേം ഡിനോമിനേറ്ററിൽ ഉണ്ടെങ്കിൽ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ടേം സെലക്ട് ചെയ്യേണ്ടത് മറ്റേതിൽ റിപ്പീറ്റ് ചെയ്തപ്പോൾ a1/s + a2/s² അങ്ങനെയല്ലേ പോയി, അതുപോലെ തന്നെയാണ് ഇവിടെയും. ഇവിടെ as + b/s² + a² ആണ് നോർമലായിട്ട് വരുമ്പോൾ ഉള്ള ടേം. റിപ്പീറ്റ് ചെയ്യാതെ വരുമ്പോൾ ഉള്ള ടേം, റിപ്പീറ്റ് ചെയ്ത് വരുമ്പോൾ പ്ലസ് as + b പോലെ തന്നെ അടുത്തത് ms + n/s² + a² ദ ഹോൾ സ്ക്വയർ എന്നുള്ള ടേമും കൂടി അവിടെ എടുക്കണം. അത് കമ്പയർ ചെയ്ത് പഠിച്ചാൽ മതി, അപ്പോൾ അത് മനസ്സിലാവും. ക്യൂബിൻ്റെ ടേം ആണെങ്കിൽ ഒരു ടേമും കൂടി, അതായത് സം pas + q/s² + a² ഹോൾ ക്യൂബ് എന്നുള്ളൊരു ടേമും കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് വരും. അപ്പോൾ അതെങ്ങനെയാണ് തന്നിരിക്കുന്നത് അനുസരിച്ചെടുത്ത്, പിന്നെ ബാക്കിയുള്ള പ്രോസസ്സൊക്കെ സെയിം തന്നെ. നമ്മളിപ്പോൾ ഈ 3-4 പ്രോബ്ലത്തിൽ നമ്മൾ എങ്ങനെയാണോ ചെയ്തത് അതുപോലെ തന്നെയുള്ള പ്രോസസ്സാണ് ബാക്കി വരുന്നത്. LC ആയിട്ട് ഇപ്പുറത്തുള്ളതിൻ്റെ ഡിനോമിനേറ്റർ ഏതാണോ അത് LC ആയിട്ട് എടുക്കുക, LCയെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ന്യൂമറേറ്റർ കംപ്ലീറ്റ് ചെയ്യുക. ദെൻ ഡിനോമിനേറ്റർ സെയിം ആവുമ്പോൾ ന്യൂമറേറ്റർ ഇക്വേറ്റ് ചെയ്യിക്കുക. അതിൽ നിന്ന് ഡിഫറെൻറ്റ് വാല്യൂസ് കൊടുത്തോ കോഎഫിഷ്യൻസ് കമ്പയർ ചെയ്തോ ഈ പറഞ്ഞ കോൺസ്റ്റൻസിനെ എല്ലാം എലിമിനേറ്റ് ചെയ്തെടുക്കുക. കോൺസ്റ്റൻറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇപ്പുറത്തുള്ളതിൻ്റെ LHSലുള്ളതിൻ്റെ ലാപ്ലാസ് ഇൻവേഴ്സ് ട്രാൻസ്ഫോം ഫൈൻഡ് ചെയ്യുന്നതിന് പകരം RHSലുള്ളതിൻ്റെ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഫൈൻഡ് ചെയ്യുക. അത് കുറച്ചുകൂടെ ഈസി ആയിരിക്കും. മറ്റത് എളുപ്പമല്ല, നമുക്കത് കാണുമ്പോൾ തന്നെ അത് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് മനസ്സിലാവില്ല. പക്ഷേ ഈ ഒരു മെത്തേഡ് ഓഫ് പാർഷ്യൽ ഫ്രാക്ഷൻ അപ്ലൈ ചെയ്താൽ നമുക്കത് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അത് ആ രീതിയിൽ ഇതിൽ പ്രോബ്ലംസ് ഒന്നും നമുക്ക് വർക്കൗട്ട് ചെയ്ത് തന്നിട്ടില്ല. അഥവാ വരികയാണെങ്കിൽ നിങ്ങൾ ഈ രീതിയിൽ മുമ്പൊക്കെ ചെയ്ത പോലെ തന്നെ ചെയ്ത് അവസാനിപ്പിക്കാം. അടുത്തത് ട്രാൻസ്ഫോംസ് ഓഫ് ഡെറിവേറ്റീവ്സ് ആണ്. ഒരു ഫംഗ്ഷൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം അറിയാമെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ്സിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്താ വരുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ f(t) ആണ് ഗിവൺ ഫംഗ്ഷൻ, ലാപ്ലാസ് ട്രാൻസ്ഫോം f(t) f(s) എന്നുള്ളത് നമുക്കറിയാമെങ്കിൽ L(f') ഫസ്റ്റ് ഡെറിവേറ്റീവിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് s × f(s) - f(0) ആണ്. f(s) നമുക്കറിയാമെങ്കിൽ s × f(s) - f(0) ചെയ്താൽ മതി. f(t) അറിയാമെങ്കിൽ f(0) കണ്ടുപിടിക്കാനായിട്ട് പറ്റുമല്ലോ, അപ്പോൾ അതും കിട്ടും. അപ്പോൾ s × f(s) - f(0) ആണ് ഫസ്റ്റ് ഡെറിവേറ്റീവിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം വരിക. ഇനി L(f') എന്ന് പറയുന്നത് s² × f(s) - s × f(0) - f'(0) ആണ്. ഇതാണ് സെക്കൻഡ് ഡെറിവേറ്റീവിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം വരുന്നത്. s² × f(s) - s × f(0) - f'(0). അടുത്തത് L(f') ആണെങ്കിൽ s³ × f(s) - s² × f(0) - s × f'(0) - f'(0). എല്ലാം മൈനസാണ് വരുന്നത്. ആ പാറ്റേൺ നോക്കിയിട്ട് പഠിക്കുക. അങ്ങനെ nth ഡെറിവേറ്റീവിൻ്റെ ആണ് എങ്കിൽ L(fn) = s(n) × f(s) - s(n - 1 × f(0) - s(n - 2 × f'(0) - fn - (1) എത്ര ഡെറിവേറ്റീവ് വരെ പോകണ്ടോ അതിന് തൊട്ട് മുമ്പുള്ളത് fn - 1 ആണ് അതിൻ്റെ ഫോർമുല. ഇമ്പോർട്ടൻ്റ് ആണ്, അത് വെച്ച് നമുക്കിനി കുറേ പ്രോബ്ലംസ് ചെയ്യാനുണ്ട്.
ഫോർമുലാസ് ഓരോന്നും ബൈ ഹാർട്ട് ചെയ്യുക. ഒരെണ്ണം പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ പാറ്റേൺ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിൻ്റെ ഈ പാറ്റേൺ അനുസരിച്ചിട്ട് പഠിച്ചു വെച്ചിരുന്നാൽ മതിയാവും. ഓക്കെ.